ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടക്ക എങ്ങനെയാണ് മുളപ്പിച്ച് എടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക്. എല്ലാവരെയും വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. അടക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലകളിൽ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ കർണാടകവുമായി ചേർന്ന് കിടക്കുന്ന പല സ്ഥലങ്ങളിലും വിവിധ വെറൈറ്റികളിലുള്ള അടക്കകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നാടൻ, മംഗള, സുമംഗള, മോഹിത് നഗർ, ഇന്ദ്രമംഗള എന്നിങ്ങനെയുള്ള പല വെറൈറ്റികളിലാണ് അടക്ക അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന അടക്കയെ നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലെ കുറച്ച് ദിവസത്തെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഈ അടക്ക നമ്മൾ കെട്ടി വെള്ളത്തിലിട്ട് വെക്കും. ഈ വെള്ളത്തിലിട്ട് ഒരാഴ്ചത്തോളം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഈ അടക്കയെ എടുത്ത് നമ്മൾ വെറും നിലത്ത് പാകാനിടും. ഇത്തരത്തിൽ പാകി അതിന് മുകളിൽ ചപ്പുചോറുകളോ ഇലകളോ അല്ലെങ്കിൽ ഓലയോ മറ്റും കൊത്തിയിട്ട് ഏകദേശം 2 മാസത്തോളം ചെറിയ നനവ് വെക്കുകയാണെങ്കിൽ അടക്ക നമുക്ക് മുളച്ച് വരുന്നതായി കാണാം. ഇത്തരത്തിൽ മുളച്ച് വരുന്ന അടക്ക മണ്ണും കുമ്മായവും മിക്സ് ചെയ്ത് പരുവത്തിലാക്കിയെടുക്കും. അതിനുശേഷം ചാണകപ്പൊടി അല്ലെങ്കിൽ മറ്റു ജൈവ വളങ്ങൾ ഏതെങ്കിലും ചേർത്ത് ഒരു 15 ദിവസത്തോളം വെച്ചതിന് ശേഷം കൊട്ടയിലേക്ക് നിറക്കും. ഇങ്ങനെ പകുതിയിൽ കൂടുതൽ കൊട്ടയിൽ നിറച്ചതിന് ശേഷമാണ് മുള വന്ന് ചെറിയ ഒരു നാമ്പ് വന്നിട്ടുള്ള ഈ അടക്ക വിത്തുകൾ എടുത്ത് ഈ കൊട്ടയിൽ വെക്കുന്നത്. ഇത്തരത്തിൽ വെച്ചതിന് ശേഷം കുറച്ചും കൂടി കുത്തി മണ്ണ് നിറച്ചതിന് ശേഷം വീണ്ടും ഇതിനകത്ത് ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണ് നിറച്ച് പാകി വെക്കും. ഇങ്ങനെ വെക്കുന്ന അടക്ക ഏകദേശം 1 മാസം കൊണ്ട് തന്നെ നമുക്ക് 3ഓളം ഇലകളുള്ള ഒരു പരുവമായി കിട്ടും. ഇത്തരത്തിൽ ലഭിക്കുന്ന അടക്കയാണ് നമ്മൾ പാകുന്നത്. ഇത്തരത്തിൽ പാകുന്ന അടക്കയെ എടുത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിനകത്താണ് എടുത്തു വെക്കുന്നത്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കൊട്ടയിനകത്തേക്ക് മറ്റു ചെടികൾ അല്ലെങ്കിൽ പുല്ല് വളർന്ന് ഇതിൻ്റെ വളം വലിച്ചെടുക്കില്ല. ഈ കാണുന്നത് ഏകദേശം 7 മാസം പ്രായമായ കവുങ്ങ് തൈകളാണ്. ഇതിന് വെള്ളം കൊടുക്കുന്നത് ഡ്രിപ്പാണ്. കൂടുതൽ വളങ്ങളൊന്നും നൽകിയിട്ടില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.